ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി കിച്ചൺ. ഇന്നൊരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ബിരിയാണി ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിന് ട്രീറ്റ് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. കുറച്ച് ബാച്ചിലേഴ്സായ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് ട്രീറ്റ് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ബിരിയാണിയാണ്. ഇത് 15 പേർക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി ദം ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ബാസ്മതി റൈസാണ് എടുത്തത് ബിരിയാണി ഉണ്ടാക്കാൻ. ഇത് കഴുകിയതിന് ശേഷം അരമണിക്കൂർ പൊതിർത്തി വെക്കണം. അതിനുശേഷം അരിപ്പയിലിട്ട് വെക്കണം. വെള്ളമെല്ലാം വാരാൻ വേണ്ടിയാണ് അരിപ്പയിലിട്ട് വെക്കുന്നത്. ഇതിപ്പോൾ 2 കിലോന് ചിക്കനാണ് എടുത്തത്. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച് 2 കിലോ വലിയ പീസാക്കിയാണ് കട്ട് ചെയ്തത്. അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലിയാണ് ചേർത്തത്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ 2 കിലോ അരിക്ക് 2 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തത്. അത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. 2 ടീസ്പൂൺ തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സാക്കി മസാലയെല്ലാം പിടിക്കാൻ വേണ്ടി നമുക്ക് 2 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. എന്നാലാണ് മസാല നല്ലപോലെ ചിക്കനിൽ പിടിച്ചിരിക്കും. ഇത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത്. ഇനി അടുത്തത് മസാലയ്ക്ക് വേണ്ടി ഉള്ളിയും തക്കാളിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി ഞാൻ 1.5 കിലോ ഉള്ളിയാണ് എടുത്തത്. തക്കാളി 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മിക്സിയിൽ അടിച്ചെടുക്കാം. വെളുത്തുള്ളി ഞാൻ 2 വലിയ ചുളയായിരുന്നു എടുത്തത്. അതും കുറച്ച് ഇഞ്ചിയും പച്ചമുളക് 4 എണ്ണമാണ് എടുത്തത്. നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ അത് മിക്സിയിൽ അടിച്ച് മാറ്റി വെക്കാം. ഉള്ളിയും തക്കാളിയും കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ചിക്കൻ ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ അധികം അങ്ങനെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിവിടെ ചിക്കൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ നിന്നും ദമ്മിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ഫ്രൈ ചെയ്തെടുക്കണം. ദമ്മിനാവശ്യമുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ 2 വലിയ ഉള്ളി സ്ലൈസ് ചെയ്തതാണ്, അതും കൂടി ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ്. പിന്നെ വലിയ 2 ഉള്ളി ചെറിയ സ്ലൈസാക്കി കട്ട് ചെയ്ത് വെക്കണം. അതും കൂടി അതിൽ നിന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക ഈ ടൈമിന്. ചിക്കൻ ഞാനിവിടെ 2 ബാച്ചാക്കിയാണ് പൊരിച്ചെടുത്തത്. മസാല ഉണ്ടാക്കാൻ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 1.5 കിലോ ഉള്ളിയാണ്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ ഉള്ളി പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും. ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒന്ന് പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ മസാലകൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂണ് ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. നേരത്തെ കട്ട് ചെയ്ത് വെച്ച 3 തക്കാളി ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തക്കാളിയും ഉള്ളിയും എല്ലാം മിക്സായി വരട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനച്ചപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് മസാല നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. അപ്പോൾ അടുത്തത് നമുക്ക് റൈസ് വേവിച്ചെടുക്കണം.
റൈസ് വേവിക്കാൻ ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂണ് ഓയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് റൈസ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ പാത്രത്തിൽ റൈസ് ഇത് വെന്ത് വരുമ്പോൾ ഫുള്ളായി വരും. അതുകൊണ്ട് ഞാൻ 2 ബാച്ചായിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. റൈസ് 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പം റൈസ് പൊട്ടാതെ വേണം ഇളക്കി കൊടുക്കാൻ, മെല്ലെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് തിളച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ആവശ്യമുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ റൈസ് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഇതിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലയ്ക്കയും പിന്നെ ജീരകവും ചേർത്ത് കൊടുക്കാം. 2 വലിയ പട്ട, 4 ഗ്രാമ്പു, 2 ഏലയ്ക്ക, പിന്നെ കുറച്ച് ജീരകം. ഇതാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ആവശ്യമുള്ള വെള്ളവും ഉപ്പും എല്ലാം ചേർത്ത് കുറച്ചധികം ഉപ്പിട്ട് കൊടുക്കണം. വെള്ളത്തിനേക്കാട്ടും കൂടുതൽ നമ്മൾ ഉപ്പൊന്ന് കുറച്ച് അധികം ചേർത്ത് കൊടുക്കണം. എന്നാലാണ് റൈസിലേക്ക് ഉപ്പ് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ രണ്ടാമതും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ റൈസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് അരിപ്പയിലേക്ക് മാറ്റിയെടുക്കാം, ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ബാച്ചും ഞാൻ ഈ സെയിം ആണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ബാച്ചും ഓയിലൊഴിച്ച് അതിൽ കുറച്ച് ഓയിലൊഴിച്ച് റൈസ് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതും സെയിം ഞാൻ അരിപ്പയിലിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. റൈസെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് ദമ്മിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ദമ്മിന് വേണ്ടി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിച്ചപ്പും പുതിനയും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിലൊഴിച്ച് കലക്കി വെച്ചതാണ്. ഇത് കളറിന് വേണ്ടിയാണ്, മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ എടുത്തത്. അപ്പോൾ ഈ മസാലേൻ്റെ മുകളിലേക്ക് കുറച്ച് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ മസാലയിൽ നിന്നും കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ട്, ഞങ്ങൾക്കുള്ള മസാല മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റൈസിൻ്റെ മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ക്യാരറ്റും മല്ലിച്ചപ്പും പുതിനയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്ത് അതും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്യാം. പിന്നെ 1 സ്പൂണ് നെയ്യും ആഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്തത് ഇതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫുള്ളായിട്ട് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്, ദം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചാർക്കോൾ കത്തിക്കാൻ വെച്ചിട്ടുണ്ട്. അടുത്തൊരു ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കത്തിച്ച് വെച്ച ചാർക്കോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചാർക്കോളിൻ്റെ മുകളിലേക്ക് 1 സ്പൂണ് ഓയിൽ ഒഴിച്ച് വെക്കണം. അപ്പോൾ നല്ലൊരു പുക വരും. ആ ടൈമിന് നമ്മൾ കവർ ചെയ്ത് വെക്കണം. അപ്പോൾ പുക പോവാതെ വേണം നമ്മൾ കവർ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിവിടെ ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് ദമ്മിടാൻ വെക്കുകയാണ്. അപ്പോൾ 20 മിനിറ്റ് ദം ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത് ചെറിയ തീയിൽ വേണം ദം ചെയ്യാൻ വെക്കാൻ. അപ്പോൾ 20 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാനിത് ദമ്മ് പൊട്ടിക്കുന്നില്ല. ഞാൻ ഈ പാത്രത്തോടെ തന്നെയാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇത് പൊട്ടിച്ചോളും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്.